നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മസാല ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ നൊസ്റ്റാൾജിക്കും ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് മസാല ബിസ്ക്കറ്റ്. ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ഞാൻ മസാല ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു, ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് എഗ്ലെസ് മസാല ബിസ്ക്കറ്റാണ്. ഇത് ഗോതമ്പ് പൊടിയും ഓട്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത മസാല ബിസ്ക്കറ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ സ്റ്റൗ ടോപ്പിൽ നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു മുളക്, ഇനിയിപ്പം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 മുളക് ഒക്കെ ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ഓൾറെഡി ഫ്ലേക്സ് ആക്കി വെച്ചതാണ്, അത് ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കണം. അപ്പോൾ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത് നമുക്കൊന്ന് അരച്ച് എടുക്കണം. അടച്ച് നമുക്കൊന്ന് അരച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടി, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് പൗഡറാണ്. അപ്പോൾ 1/2 കപ്പ് ഓട്സ് പൊടിച്ചതും അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിച്ചതും ചേർത്തിട്ടാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ വാങ്ങുമ്പോൾ എപ്പോഴും അലുമിനിയം ഫ്രീ ആയിട്ടുള്ള ബേക്കിംഗ് പൗഡറുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്, എൻ്റെ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ അലുമിനിയം ഫ്രീ ആയിട്ടുള്ള ബേക്കിംഗ് പൗഡർ വാങ്ങാൻ നോക്കുക. ഇതിപ്പോൾ 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡർ. അപ്പോൾ അതും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്സ് പൊടിച്ചത് ചേർത്തുകൊണ്ടാണ് ഇത്രയധികം തരികൾ വന്നത്. അപ്പോൾ അത് ഞാൻ ചേർക്കുന്നില്ല, മാറ്റുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പുള്ള വെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, സോൾട്ടഡ് ബട്ടർ. അതുകൊണ്ട് ഉപ്പ് വേറെ ചേർക്കുന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഉപ്പില്ലാത്തതാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ബട്ടർ. നമുക്ക് വീട്ടിലുണ്ടാക്കിയ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ബട്ടറോ നെയ്യോ. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വരും, അതായത് 100 ഗ്രാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗറേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ശർക്കരപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. നന്നായിട്ട് ഈ ബട്ടറും ഷുഗറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ്. ചീസ് ഇതിപ്പോൾ 1/2 കപ്പ് ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചീസ് ക്യൂബ്സ് നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടില്ല, അത് 2 എണ്ണം സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇപ്പം നിങ്ങൾക്ക് ചീസ് സ്ലൈസ് ആണെന്നുള്ള വെച്ചെങ്കിൽ 2 ചീസ് സ്ലൈസ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അതിപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മിക്സാണ്, മസാല മിക്സ് ചേർത്ത് കൊടുക്കണം.
മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്കില്ലെങ്കിൽ തടിത്തവി വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിച്ചെടുത്തപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പാൽപ്പൊടിയും കൂടി ചേർത്ത് അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ബട്ടർ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇനി പരത്തി എടുക്കണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് പരത്തി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ പരത്താനായിട്ട് കുറച്ചും കൂടി സുഖമായിരിക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഡോ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ മുകളിൽ വെച്ച് പരത്തിയാൽ മതി. ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് നോട്ട്ബുക്കിൻ്റെ പേപ്പർ കൊടുക്കാം. അതിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജസ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതന്നെ വേണമെന്നില്ല. ഇനി ഇത് ഞാൻ വീണ്ടും കട്ട് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോർക്ക് വെച്ച് ഒന്ന് കുത്തിയാൽ മതി ഹോൾസ് ഇടണമെങ്കിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവർക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യാം. ഞാൻ മുമ്പ് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു വ്യത്യാസമില്ല. കുക്കീസ് എല്ലാം ഞാനിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് ഇതുപോലെ പല കുക്കീസും സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ബിസ്ക്കറ്റ് ബേക്കായി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. അതുപോലെ സ്ലൈറ്റ്ലി ബ്രൗൺ കളർ വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ബിസ്ക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇതുപോലെ ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ടാവും. ബിസ്ക്കറ്റിൻ്റെ സൈഡ്സിലൊക്കെ ലൈറ്റായിട്ട് ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അത്ര ക്രഞ്ചി ആയിട്ടുള്ളതല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.